നല്ല കുറച്ച് വാട്ടുകപ്പ കിട്ടിയിട്ടുണ്ട്. ഇന്നത് വേവിക്കാൻ പോവുകയാണ്. അരിഞ്ഞു വാട്ടി സൺലൈറ്റിൽ ഉണങ്ങിയെടുത്ത കപ്പയാണിത്. ഓവർനൈറ്റ് സോക്ക് ചെയ്ത് നല്ലതുപോലെ കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. ഇത് പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നത്. കപ്പ നികക്കെ വെള്ളം ഒഴിച്ചു ഒരു 4 വിസിൽ വരുവോളം വേവിക്കും. കപ്പയ്ക്ക് ചതച്ച് ചേർക്കാനുള്ള ഐറ്റങ്ങളാണ് ഇരിക്കുന്നത്. 1 കപ്പ് ഫ്രഷ് കോക്കനട്ട് ഉണ്ട്. അതിൽ ½ ടീസ്പൂൺ ജീരകം ആൻഡ് ½ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 5 എണ്ണം ഉണ്ട്. ഗാർലിക്ക് നുറുക്കിയത്, കറി ലീഫ്, ഒണിയൻ നുറുക്കിയത്, ഇത്രയും ചതച്ച് ചേർക്കും. നല്ലതുപോലെ ചതച്ച്, കൂടുതൽ അരയ്ക്കണ്ട. പ്രഷർ കുക്കറിൻ്റെ സ്റ്റീമൊക്കെ ഡൗണായി ഇതിനെ തുറക്കുകയാണ്. ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ അല്പം വറ്റി. വേറൊരു പാത്രത്തിൽ വെള്ളം ബോയിൽ ചെയ്ത് ഈ വെന്ത കപ്പ അതിലേക്ക് ഇടുക. കപ്പ നല്ലതുപോലെ വെള്ളത്തിൽ കിടന്ന് വേകേണ്ട ആവശ്യമുണ്ട്. ഇനി ഈ വെള്ളം ഊറ്റിക്കളയും. പ്രഷർ കുക്കറിൽ വെന്ത കപ്പ വേറൊരു പോട്ടിൽ തിളച്ച വെള്ളത്തിലിട്ട് ഇങ്ങനെ ഒന്നുകൂടെ തിളപ്പിക്കുക. ഈ വെന്ത കപ്പ ഇനി ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഊറ്റിയ കപ്പ വീണ്ടും സെയിം പോട്ടിലേക്ക് ഇട്ടു. അതിലേക്ക് അരച്ച കൂട്ടിടുന്നു. ഇനിയും പാകത്തിന് ഉപ്പ് ചേർക്കുക. അരപ്പ് കപ്പയിലൊന്ന് ഇങ്ങനെ ഒന്ന് താത്ത് വെച്ച് ഒന്നുകൂടെ അടച്ച് ആവി വരുത്തുക. നല്ലതുപോലെ ആവി വന്നതിന് ശേഷം തുറന്ന് ഇങ്ങനെ ഇളക്കുക. തുടുപ്പ് കയ്യിലുള്ളവർ അതിട്ട് ഇളക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ മിക്സ് ചെയ്യുന്ന ഈ സാധനം കൊണ്ട് ഇത് പ്രസ് ചെയ്യാവുന്നതാണ്. കുഴച്ച് വെച്ച കപ്പയിലേക്ക് കടുവറുത്തൊഴിക്കുന്നു. അത് ഓയിൽ ചൂടായപ്പോൾ കടുവറുത്തു. അതിൽ ഒണിയൻ, വറ്റൽമുളക്, കറി ലീഫ് ഇതൊക്കെ ഇട്ടാണ് വറുത്തിരിക്കുന്നത്. അത് കപ്പയിലേക്ക് ഒഴിക്കുന്നു. ഇനിയും സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കുക. കപ്പ വേവിച്ചത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കപ്പ വേവിച്ചത് റെഡി. ടുഡേയ്സ് ലഞ്ച്: കപ്പ, ഫിഷ് കറി ആൻഡ് മോര് കാച്ചിയത്. Thank you for watching. Please subscribe, like and share.